പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലിരുന്ന് ഈ കരുണയുടെ ജപമാലയിൽ നമ്മൾ പങ്കുചേരുകയാണ്. ദൈവകരുണയെക്കുറിച്ച് വചന വെളിച്ചത്തിൽ നാം ധ്യാനിക്കുക. നാം എല്ലാവരെയും ദൈവം പരിശുദ്ധാത്മാവിൽ കോർത്തിണക്കുവാൻ നമുക്ക് ആഗ്രഹിക്കാം. നിങ്ങളിൽ രണ്ടുപേർ യോജിച്ച് ചോദിക്കുന്ന ഏത് കാര്യവും സ്വർഗസ്ഥനായ പിതാവ് നടത്തിത്തരും. മത്തായി 18:19 വലിയൊരു സന്ദേശമാണത്. ശാരീരികമായിട്ട് നമ്മൾ ഒരുമിച്ച് കൂടുന്ന ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടുന്നതിനേക്കാൾ നമ്മളിപ്പോൾ ആത്മീയമായിട്ട് പല സ്ഥലങ്ങളിലിരുന്ന് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയാണ്. ഈശോ നമ്മുടെ പ്രാർത്ഥന കേൾക്കും. നാം ലോകം മുഴുവന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ലോകം മുഴുവൻ്റെ മേലും ഈശോ കരുണ വർഷിക്കും. നമ്മുടെ പ്രത്യേകമായ ആവശ്യങ്ങളെ ഈ അൾത്താരയിൽ കൊണ്ടുവരാം. നമ്മേക്കാൾ ഒരുപാട് വേദനിക്കുന്ന വിഷമിക്കുന്ന നമ്മുടെ സഹോദരങ്ങളുണ്ട്. അവരെയും ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് ദിവ്യകാരുണ്യനാഥൻ നമ്മുടെ മുമ്പിൽ സന്നിഹിതനായിരിക്കുന്ന ഈ സമയത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അവിടുത്തെ നമുക്ക് അല്പസമയം സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യാം. ഹല്ലേലൂയാ ഹല്ലേലൂയാ ഹല്ലേലൂയാ. കർത്താവേ, ഞങ്ങൾ ഒന്നുയർന്നങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അവിടുത്തെ ശക്തി അയക്കണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം അവിടുന്ന് കൈക്കൊള്ളണമേ. ഞങ്ങളെ അനുഗ്രഹിക്കുവാൻ, ഈ ലോകം മുഴുവനെയും അനുഗ്രഹിക്കുവാൻ തിരുവുള്ളമാകണമേ. ഹല്ലേലൂയാ ഹല്ലേലൂയാ ഹല്ലേലൂയാ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. ഈ മണിക്കൂറിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നമ്മുടെ മേൽ, നമ്മുടെ കുടുംബത്തിൻ്റെ മേൽ വന്ന് നിറയുവാൻ നമുക്ക് ആഗ്രഹിക്കാം. ഒപ്പം ലോകം മുഴുവനും ഈ അനുഗ്രഹം പ്രാപിക്കുവാനും ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ. ഉത്സവസ്ഥാനങ്ങളിൽ ഇരുന്നു കൊണ്ട് അല്പസമയം ദൈവകരുണയെ ധ്യാനിക്കാം. ദൈവത്തിൻ്റെ വചനം ഒത്തിരിയേറെ കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച്. ഇതിലേതാനും ചില വചനഭാഗങ്ങൾ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് ഈ കാരുണ്യവാനായ ദൈവമാണ് നമ്മുടെ മുമ്പിൽ എഴുന്നള്ളിയിരിക്കുന്നത് എന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് അവിടുത്തോട് പ്രാർത്ഥിച്ച് ഈ അനുഗ്രഹം പ്രാപിക്കാം. കർത്താവിൻ്റെ കരുണ ലഭിക്കുവാൻ നമ്മെ സഹായിക്കുന്ന ഒരു 7 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് വചനത്തിൻ്റെ ആ ഒരു പിൻബലത്തോടുകൂടി നമ്മളിപ്പോൾ ധ്യാനിക്കുന്നത്. സങ്കീർത്തനം 23 നമുക്കെല്ലാവർക്കും പരിചയമുള്ള ഒരു സങ്കീർത്തനമാണ്. ഈ സങ്കീർത്തനത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, കർത്താവ് നമുക്ക് നല്ല ഇടയനായി മാറിയാൽ നമുക്ക് ദൈവത്തിൻ്റെ കരുണ ലഭിക്കും. കർത്താവിനെ നമ്മുടെ നല്ല ഇടയനായി നമ്മൾ കാണുകയും നമുക്കും മറ്റുള്ളവരോട് ഒരു നല്ല ഇടയനെ പോലെ പെരുമാറാൻ സാധിക്കുകയും ചെയ്താൽ ഒരുപാട് കരുണ എടുക്കാനും കൊടുക്കാനും നമുക്ക് സാധിക്കും എന്നുള്ളത് ഈ സങ്കീർത്തനം നമ്മെ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. കർത്താവിനെ ഇടയനാക്കിയാൽ ഒരു കാര്യം ഈ സങ്കീർത്തനത്തിൽ നമ്മൾ കാണുന്നത്, നന്മയും കരുണയും നമുക്ക് ലഭിക്കാൻ അത് സഹായമാവും. ഇവിടെ സങ്കീർത്തനം വിളിച്ചു പറയുന്നുണ്ട്, കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും ഒരു കുറവും വരില്ല. ദൈവത്തിൻ്റെ കരുണയുടെ നിറവിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയായിട്ട് സങ്കീർത്തകൻ തൻ്റെ ജീവിതം അവതരിപ്പിക്കുന്നത് കാണാൻ പറ്റും. എനിക്ക് കർത്താവ് ഇടയനായിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് ഒന്നിനും ഒരു കുറവും ഉണ്ടാവുകയില്ല. അവിടുന്ന് എന്നെ പരിപാലിക്കും, അവിടുന്ന് എന്നെ നയിക്കും എന്നുള്ള ആ ഒരു സന്ദേശമാണ് നമുക്കിവിടെ ലഭിക്കുക. 23-ന്റെ 6-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നതാണ്, അവിടുത്തെ നന്മയും അവിടുത്തെ കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും. ജീവിതത്തിലുടനീളം ജോഷുവയുടെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 5 മുതൽ 9 വരെ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അവിടെ പറഞ്ഞിരിക്കുന്നത്,
നിന്റെ ആയുഷ്കാലത്ത് ആരും നിന്നെ തോൽപ്പിക്കില്ല. എന്നെ നീ എന്തു ചെയ്യണം? നീ കർത്താവിൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും ശ്രദ്ധാപൂർവം പാലിക്കണം. മോശ അത് ഏറ്റെടുത്ത് നിറവേറ്റിയതുപോലെ നീയും ഏറ്റെടുത്ത് നിറവേറ്റണം. അപ്പോൾ നിനക്ക് ഒന്നിനെ ഒരു കുറവും വരത്തില്ല. നിന്റെ ആയുഷ്കാലത്ത് ആരും നിന്നെ തോൽപ്പിക്കില്ല. ദൈവം കൊടുത്ത ഒരു വാഗ്ദാനമാണ്. ആ വാഗ്ദാനം ദൈവം നിറവേറ്റുന്നതും ഈ രണ്ട് വ്യക്തികളുടെ ജീവിതവും വചന വെളിച്ചത്തിൽ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എസെക്കിയേൽ 34 അധ്യായത്തിലാണ് ഒരു നല്ല ഇടയനായി മാറിയാൽ നാം ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്. ഒരു നല്ല ഇടയനെന്ന നിലയിൽ യേശു നമുക്കായി ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചും അവിടെ പറഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. ഇത് ദൈവത്തിൽ നിന്നെടുക്കാനും ഇവിടെ സഹോദരങ്ങളിലേക്ക് കൊടുക്കാനും നമ്മൾ കടപ്പെട്ടിരിക്കുന്നവരാണ്. യേശുവിനെ നല്ല ഇടയനായി കാണുകയും ചെയ്യണം. നല്ല ഇടയന്മാരായിട്ട് മറ്റുള്ളവർക്ക് നമ്മൾ മാറുകയും ചെയ്യണം. ഇവിടെ പറഞ്ഞിരിക്കുന്ന 5 പ്രധാനപ്പെട്ട കാര്യങ്ങൾ കാണാൻ സാധിക്കും. നല്ല ഇടയൻ ചെയ്യുന്ന കാര്യം നഷ്ടപ്പെട്ടതിനെ അന്വേഷിക്കും. നമുക്കാണെങ്കിലും നമ്മൾ നഷ്ടപ്പെട്ട അവസ്ഥയിൽ എത്തി നിൽക്കുമ്പോൾ കർത്താവ് നമ്മെ സഹായിക്കാൻ വരും. നമ്മുടെ സമൂഹത്തിൽ നഷ്ടപ്പെട്ട അവസ്ഥയിൽ കഴിയുന്ന നിരവധി ആളുകളുണ്ട്. അവരെ നേടിയെടുക്കാനുള്ളൊരു കടമ നമുക്കുണ്ട്. അതിന് നാം പ്രാർത്ഥിക്കണം. അതിനായിട്ട് നമ്മൾ പ്രവർത്തിക്കണം. അപ്പോഴാണ് നഷ്ടപ്പെട്ടവരെ നേടിയെടുക്കാൻ നമുക്ക് സാധിക്കുന്നത് എന്ന് നാം തിരിച്ചറിയുന്നു. രണ്ടാമത്തെ കാര്യം, വഴിതെറ്റിയതിനെ നേർവഴിയിലേക്ക് നയിക്കും. ഈ അവസ്ഥയിൽ കഴിയുന്ന ആളുകളും നമ്മുടെ സമൂഹത്തിൽ ഈ ലോകത്ത് നിരവധിയുണ്ട്. വഴിതെറ്റിയവർ, അവരെ നേർവഴിയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു കടപ്പാട് നമുക്കുണ്ട്. നമ്മൾ പ്രാർത്ഥിച്ചാൽ, മധ്യസ്ഥ പ്രാർത്ഥന നടത്തിയാൽ ഒരുപാട് വ്യക്തികളെ വഴിതെറ്റിയ അവസ്ഥയിൽ നിന്ന് നേർവഴിയിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റും. മൂന്നാമത്തെ കാര്യമാണ്, മുറിവേറ്റതിനെ വച്ചുകെട്ടും. മുറിവേറ്റ നമുക്ക് കർത്താവ് തരുന്നത് സൗഖ്യവും ആശ്വാസവുമാണ്. അതുപോലെ തന്നെ നമ്മുടെ സഹോദരങ്ങൾ മുറിവേറ്റ അവസ്ഥയിൽ കാണപ്പെടുമ്പോൾ അവരെ ആശ്വസിപ്പിക്കാൻ, അവരുടെ മുറിവുണക്കാനുള്ള ഒരു കടമ നമുക്കുണ്ട്. നമ്മുടെ സംസാരം കൊണ്ടും പെരുമാറ്റം കൊണ്ടും നമ്മുടെ സഹായം കൊണ്ടുമൊക്കെ മറ്റുള്ളവരുടെ മുറിവുണക്കുന്നവരായിട്ട് നമ്മൾ മാറണം. നാലാമത്തെ കാര്യമാണ്, ദുർബലമായവയെ ബലപ്പെടുത്തും. നമ്മുടെ ദൗർബല്യങ്ങളൊക്കെ ഈശോ മാറ്റും. അതിനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ മനസ്സാകണം. ദൈവത്തെങ്കിലേക്ക് തിരിയണം. ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ ചേർന്ന് നിൽക്കുന്നവർക്ക് സാത്താനെ ചെറുത്തു തോൽപ്പിക്കാനുള്ള ബലമുണ്ടാവും. പ്രലോഭനങ്ങൾ വരുമ്പോൾ അതിനെ മറികടക്കാനുള്ള ആത്മീയ കരുത്തുണ്ടാവും. ഇതൊക്കെയാണ് നമ്മൾ പ്രാപിക്കേണ്ടത്. നമ്മുടെ സൗന്ദര്യവർദ്ധനയെക്കാളും സാമ്പത്തികമായിട്ടുള്ള ഉയർച്ചയെക്കാളുമൊക്കെ എത്രയോ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ഒരു ആത്മീയ കരുത്ത്. അതുള്ളപ്പോൾ ഏതെല്ലാം രീതിയിൽ പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ വന്നാൽ അതിനെയെല്ലാം അതിജീവിച്ച് മുമ്പോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കും. അഞ്ചാമതൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്, നല്ലതിനെ സംരക്ഷിക്കും. നമ്മുടെ നന്മ നഷ്ടപ്പെടാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധയുള്ളവരായി മാറണം. ഇവിടെ താലന്തുകൾ കുഴിച്ചിടാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്ക് ദൈവം തന്ന താലന്തുകൾ അത് നമുക്ക് വികസിപ്പിക്കാനും അത് പ്രയോജനപ്പെടുത്തി മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ നമുക്ക് സാധിക്കണം. അപ്പോഴാണ് ദൈവം നമ്മളിൽ പ്രസാദിക്കുന്നത്. കർത്താവ് നമുക്ക് നല്ല ഇടയനും നമ്മൾ ഓരോരുത്തരും മറ്റുള്ളവർക്ക് നല്ല ഇടയന്മാരായി മാറുകയും ചെയ്യുന്നത്. ഈ ഒരു കാര്യം ഒത്തിരിയേറെ ദൈവകരുണ നമ്മളിലേക്ക് എത്തിക്കുന്ന കാര്യമാണ് എന്നുള്ളത് നാം തിരിച്ചറിയണം. രണ്ടാമതൊരു കാര്യം, കരുണ ലഭിക്കുന്നതിന് നമ്മെ സഹായിക്കുന്ന ഒരു കാര്യമാണ് ദൈവത്തെ നമ്മുടെ അഭയമാക്കുക. കർത്താവാണ് നമ്മുടെ അഭയം. ആ ഒരു ബോധ്യത്തോടെ നമ്മൾ പ്രാർത്ഥിച്ചും വിശ്വസിച്ചുമൊക്കെ ജീവിതത്തിൽ മുമ്പോട്ട് പോകുമ്പോൾ ദൈവകരുണയ്ക്ക് ഒരു കുറവും വരാൻ ദൈവം അനുവദിക്കത്തില്ല. അബ്രാഹാം അതുപോലെ നല്ലൊരു ജീവിതം നയിച്ചതുകൊണ്ട് ദൈവം അവനോട് പറയുന്നൊരു കാര്യം ഉൽപ്പത്തി 15 1-ാമത്തെ വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അബ്രാം, ഞാൻ നിനക്ക് കവചമായിരിക്കും. ദൈവം നമുക്കൊരു കവചമായിട്ടുണ്ടെങ്കിൽ ആ കവചത്തിനുള്ളിൽ വസിക്കുന്നവരെല്ലാം സുരക്ഷിതരാണ്. ഈ ലോകത്തിൻ്റെ ഒരു ശക്തിക്കും അവരെ തുരത്താൻ പറ്റില്ല, തളർത്താനും പറ്റത്തില്ല. ആ ഒരു ബോധ്യത്തോടുകൂടി നമുക്കെപ്പോഴും ഇവിടെ പ്രാർത്ഥനയിൽ വിശ്വാസത്തോടുകൂടി ദൈവത്തോട് ചേർന്ന് നിൽക്കാനും ദൈവത്തെ നമ്മുടെ കോട്ടയായി സുരക്ഷിതമായിട്ട് നമുക്ക് എടുക്കുവാനായിട്ട് സാധിക്കണം. സങ്കീർത്തനം
18 8-ാമത്തെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. കർത്താവിൽ ആശ്രയിക്കുന്നവർ കർത്താവിനെ അഭയമാക്കിയിരിക്കുന്നത് അതാണ് മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ഒരുപാട് നല്ലത്. അങ്ങനെയുള്ളവർക്ക് കർത്താവ് കൂട്ടിനുണ്ടാകും, അവരുടെ സംരക്ഷണം കർത്താവ് തന്നെ ആയിരിക്കും എന്നുള്ളത് ഈ സങ്കീർത്തകൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നൊരു കാര്യമാണ്. 118 9-ാമത്തെ വചനം കൂടി എടുത്താൽ അവിടെ പറയുന്നുണ്ട്, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ ആശ്രയിക്കുന്നതാണ് നല്ലത്. ഈ ദൈവത്തിൽ നമ്മൾ അഭയം കണ്ടെത്തണം. ഈ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം മുമ്പോട്ട് നയിക്കുമ്പോൾ കർത്താവ് നമുക്ക് കൂട്ടിനുണ്ടാകും, കർത്താവ് നമ്മുടെ കൂടെ നടക്കും, കർത്താവ് നമ്മെ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യും എന്നുള്ളത് നാം മനസ്സിലാക്കിയിരിക്കണം. മൂന്നാമതൊരു കാര്യം, ദൈവകരുണ പ്രാപിക്കുന്നതിന് നമുക്കൊരു മുഖമുദ്ര ഉണ്ടാകണം. അതാണ് നമ്മൾ ദൈവകരുണ മുഖമുദ്രയാക്കുക എന്ന് പറഞ്ഞാൽ, കരുണ പ്രാപിച്ചവരെ പോലെ, കരുണ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നവരെ പോലെ നമുക്ക് പെരുമാറാൻ പറ്റണം. ഇനി അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം നെഗറ്റീവായിട്ടുള്ള കാര്യം പറയുന്നതിനേക്കാൾ പോസിറ്റീവായിട്ട് അവർ സംസാരിക്കും. നിരാശയോടെ സംസാരിക്കുന്നതിനേക്കാൾ പ്രത്യാശയുള്ളവരെ പോലെ അവർ സംസാരിക്കും. അബ്രാഹത്തിന് പ്രതീക്ഷയ്ക്ക് ഒരു വകയില്ലാതിരുന്നിടത്തും അവൻ പ്രതീക്ഷിച്ചു. റോമ 4-ാം അധ്യായം അതിൻ്റെ 17 മുതൽ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് അതാണ്. ഈ പ്രതീക്ഷ അവനെ ദൈവവുമായിട്ട് രമ്യതപ്പെടുത്തുകയും ദൈവം അവന് വേണ്ടി അത്യത്ഭുതകരമായി പ്രവർത്തിക്കുകയും ചെയ്തു. ഇതവന് നീതീകരണമായി മാറി എന്നാണ് വചനം പഠിപ്പിക്കുക. അപ്പം അതുകൊണ്ട് ഇതുപോലെ കർത്താവിനെ ആശ്രയിച്ചുകൊണ്ട് അത് നമ്മുടെ മുഖമുദ്രയാക്കി മാറ്റുമ്പോൾ ദൈവം നമുക്കായി പ്രവർത്തിക്കുന്ന, ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്ന അനുഭവം പോലും നമുക്ക് ഉണ്ടാകാവുന്നതേ ഉള്ളൂ. ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വചനമെടുക്കുമ്പോൾ ഈ കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കരുണയുള്ളവർ ഭാഗ്യവാന്മാരാണ്. നമ്മുടെ മുഖമുദ്ര കരുണയാണെങ്കിൽ നാം ഭാഗ്യപ്പെട്ടവരാണ്. അങ്ങനെയുള്ളവർക്ക് കർത്താവിൻ്റെ കരുണ ലഭിക്കും എന്നുള്ളത് ഈ വചനഭാഗവും നമ്മെ ഓർമ്മിപ്പിക്കുന്നൊരു കാര്യമാണ്. യാക്കോസ്ലീഹ 2-ാം അധ്യായം 13-ാമത്തെ വചനം അവിടെ പറഞ്ഞിരിക്കുന്നത്, ദൈവത്തിൻ്റെ കരുണ ലഭിക്കാൻ ഏറ്റവും നല്ലത് നമ്മൾ മറ്റുള്ളവരോട് കരുണ കാണിക്കുന്നവരായി മാറുക. കാരുണ്യരഹിതരാണെങ്കിൽ കാരുണ്യരഹിതമായിട്ടുള്ളൊരു വിധിയായിരിക്കും നമുക്ക് ലഭിക്കാൻ പോവുക. കാരുണ്യപൂർവ്വം നമ്മൾ മറ്റുള്ളവരെ കാണുകയും അവരോട് സംസാരിക്കുകയൊക്കെ ചെയ്താൽ കാരുണ്യപൂർവകമായ ഒരു വിധി നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും എന്നുള്ളത് ഇവിടെ ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. 4-ാമത്തെ കാര്യമാണ് ദൈവത്തെ നമ്മുടെ പരിചയാക്കി മാറ്റുക. ദൈവമാണ് നമ്മുടെ ഒരു ആഭരണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ദൈവകരുണയുടെ ആ തണലിൽ വ്യാപരിക്കാൻ പറ്റും. സങ്കീർത്തനം 32 10-ാമത്തെ വചനത്തിൽ ഇതിനുള്ള ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. കർത്താവിൽ ആശ്രയിക്കുക, അങ്ങനെയുള്ളവരെ അവിടുത്തെ സ്നേഹം വലയം ചെയ്യും. ഈ ദൈവാശ്രയത്വം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഞാൻ എൻ്റെ കഴിവിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ദൈവത്തിൻ്റെ കഴിവിൽ ആശ്രയിക്കുന്നു. എൻ്റെ പദ്ധതിയിൽ തൂങ്ങിക്കിടക്കുന്നതിനേക്കാൾ ദൈവത്തിൻ്റെ പദ്ധതി സന്തോഷത്തോടെ അംഗീകരിക്കുന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർ അനുഗ്രഹീതർ എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. എഫേസസ് 6-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വചനം വായിച്ചാൽ ഇങ്ങനെ ഒരു പരിച നമുക്കുണ്ടാകുന്നത് എപ്പോഴാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. വിശ്വാസം നമ്മൾ എടുക്കുമ്പോഴാണ്, വിശ്വാസത്തോടെ നമ്മൾ ജീവിക്കുമ്പോൾ. വിശ്വാസം ഒരു പരിചയമായിട്ട് നിങ്ങൾ എടുത്ത് മുന്നേറുവിൻ എന്നാണ് ഈ ഒരു വചനഭാഗം എഫേസസ് 6:16 വായിക്കുമ്പോൾ നമ്മൾ കാണുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ദൈവകരുണ ലഭിക്കുവാൻ കർത്താവിനോട് നിലവിളിച്ചപേക്ഷിക്കുക. ഒരുപാട് വചനങ്ങൾ ഈ ഒരു കാര്യം പറയുന്നുണ്ട്. വിളിച്ചപേക്ഷിക്കുക, നിലവിളിച്ചപേക്ഷിക്കുക, കരഞ്ഞ് പ്രാർത്ഥിക്കുക. അവിടെ കർത്താവിൻ്റെ കരുണ നിനക്ക് ലഭിക്കും എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം. ലൂക്കാ 18:7 എടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, രാവും പകലും കർത്താവിനെ വിളിച്ച് കരയുന്നവരുടെ പ്രാർത്ഥന ആ കർത്താവ് കേൾക്കാതിരിക്കുമോ? ഉറപ്പായിട്ടും കർത്താവ് അത് കേൾക്കും എന്നുള്ള ആ ഒരു ഉത്തരമാണ് അവിടെ നമുക്ക് ലഭിക്കുക. അവസാനത്തെ ഒരു കാര്യം നമുക്ക് ചിന്തിക്കാവുന്നത്, എളിമയുള്ളവരായി മാറുക. ദൈവകരുണ ലഭിക്കും. ദൈവത്തിൻ്റെ കരുണയും ദൈവത്തിൻ്റെ സ്നേഹവും ഒക്കെ ഒഴുകുന്നത് എളിയവരിലേക്കാണ്.
ലൂക്ക 14:11, 18:14 വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, തന്നെ തന്നെ ഉയർത്തുന്നവർ താഴ്ത്തപ്പെടും, താഴ്ത്തുന്നവരോ ഉയർത്തപ്പെടും. 1 രാജാക്കന്മാർ 21:27 വായിച്ചാൽ ഇതുപോലെ എളിമപ്പെട്ട ഒരു വ്യക്തിയെ ആയിട്ട് ആഹാബിനെ കാണാൻ പറ്റും. എന്താണ് അവിടെ സംഭവിച്ചത്? കർത്താവ് തന്നെ പറഞ്ഞൊരു കാര്യം, ആഹാബ് എൻ്റെ മുമ്പിൽ എളിമപ്പെട്ടത് കണ്ടില്ലേ, അതുകൊണ്ട് ഞാൻ അവൻ്റെ മേൽ അയക്കുമെന്ന് പറഞ്ഞ ശിക്ഷ അയക്കില്ല, മാറ്റിവിടുന്നു. പ്രകാരം കരുണ ലഭിക്കുവാൻ നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിൽ എളിമപ്പെട്ടാൽ അത് സാധ്യമാകും എന്നുള്ള ആ തിരിച്ചറിവോടുകൂടി നമുക്കിനി നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും സ്വർഗത്തിലേക്ക് ഉയർത്താം. താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദവും നമുക്ക് സ്വീകരിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.